ചിന്താപ്രഭ. നമ്മൾ മറ്റൊരാളുടെ ജീവിതം കണ്ട് കൊതിച്ചിട്ടോ അസൂയപ്പെട്ടിട്ടോ കാര്യമില്ല. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ എന്താണ് പോംവഴി എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മറ്റൊരാളുടെ വിജയം എന്ന് പറയുന്നത് അയാളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ്. നമ്മുടെ പരാജയം നമ്മുടെ കരുതലില്ലായ്മയുടെയും. ചെറിയ വരുമാനം കൊണ്ട് സന്തോഷമായി ജീവിക്കുന്നവർ ഏറെയുണ്ട്. എന്നാൽ അതിലധികം വരുമാനം ഉണ്ടായിട്ടും കടത്തിൽ മുങ്ങി ജീവിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. കഷ്ടപ്പാട് അറിഞ്ഞു വളർന്നവരായിരുന്നിട്ടും അധ്വാനിച്ച് ലഭിച്ച പണം ആർഭാടമായി ചിലവാക്കി ജീവിക്കുന്നവർ ഏറെയാണ്. പണം കയ്യിൽ വരുമ്പോൾ എല്ലാവരും മതിമറന്ന് ജീവിക്കുന്നു. നമ്മുടെ ആയുസ്സും ആരോഗ്യവും എന്നും ഒരുപോലെ നിലനിൽക്കുമെന്ന് എല്ലാവരും കരുതുന്നു. ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു അവസരമേ ലഭിക്കൂ. അത് വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ നേടിയെടുക്കുന്ന ജോലി എന്തുമാകട്ടെ, അതിൽ നിന്ന് ലഭിക്കുന്ന പണത്തിൽ നിന്ന് ഒരു പങ്ക് നാളേക്കായി മാറ്റിവെക്കണം. മാതാപിതാക്കളുടെ സമ്പാദ്യം തൻ്റേതാണെന്ന് കരുതി അലസത കാണിക്കരുത്. ഒഴിവാക്കേണ്ടത് കടങ്ങളാണ്. സ്വന്തം വരുമാനത്തിൽ ഒതുങ്ങി ജീവിക്കാൻ ശ്രമിക്കുന്നവർക്ക് കടബാധ്യതകൾ വരുത്തി വെക്കുവാൻ ഭയമായിരിക്കും. അവരുടെ ജീവിതം മനസ്സമാധാനം നിറഞ്ഞതായിരിക്കും. നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ. അത് ശ്രദ്ധയോടെ കരുതലോടെ ജീവിച്ചാൽ ജീവിതം സന്തോഷം നിറഞ്ഞതും മനസ്സമാധാനമുള്ളതും. സ്വന്തം ഇഷ്ടത്തിൽ ജീവിച്ച് പരാജയപ്പെടുമ്പോൾ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒത്തിരി ഇഷ്ടത്തോടെ ശുഭദിനാശംസകൾ. രചന ബേബി മാത്യു, അടിമാലി. ശബ്ദം നിഷാ സിൻസിയർ.